ഓ, ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലുള്ള എന്റെ ആളാണ് ആന്റി അരവിന്ദിനെ കൊണ്ട് ആ ഫയലൊക്കെ സൈൻ ചെയ്യിപ്പിച്ചത്. ടെക്സ്റ്റൈൽ മില്ലിലേക്ക് ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽസ് ഇറക്കിക്കാൻ ഓർഡർ കൊടുത്ത ഫയല്. അതിന്റെ ബുദ്ധി എന്റേത് തന്നെയായിരുന്നു. ആ പദ്ധതി തയ്യാറാക്കിയതും ഞാനായിരുന്നു. പ്രിയങ്കേ, സൂപ്പർ. പക്ഷേ ഇത്രയും കോടികൾ നഷ്ടം വന്നിട്ടും അഖിലയ്ക്ക് നീ ഉദ്ദേശിക്കുന്ന ഫീലിംഗ്സ് ഒന്നും കണ്ടില്ല. ഉണ്ടാവും ആന്റി, കോടികളുടെ നഷ്ടത്തിലല്ല. രാമലക്ഷ്മണന്മാരെ പോലെ നടക്കുന്ന ചേട്ടനും അനുജനും തമ്മിലടിക്കുമ്പോൾ കാണാം അഖിലയുടെ ഫീലിംഗ്സ്. ഇനി തൃച്ചംബരത്ത് രാമലക്ഷ്മണന്മാരില്ല, ദുര്യോധനനും ഭീമനുമേ ഉള്ളൂ. അത് നീ വിചാരിക്കുന്ന പോലെ എളുപ്പമല്ല പ്രിയങ്കേ. ആനന്ദ് ഈ വഴക്കെല്ലാം പറഞ്ഞപ്പോ കൊച്ചുകുട്ടി നിൽക്കുന്ന പോലെ അരവിന്ദ് നിന്നത്. അവനതിൽ നാണക്കേടോ സങ്കടോ ഒന്നും ഉള്ളതായി എനിക്ക് തോന്നിയില്ല. അരവിന്ദിന് തോന്നിയിട്ട് കാര്യമില്ല ആന്റി. അത് തോന്നേണ്ടത് അരവിന്ദിന്റെ ഭാര്യ നന്ദനയ്ക്ക്. ആ വീടൊരു യുദ്ധക്കളമാക്കാൻ അത് മാത്രം മതി. നീ പറഞ്ഞത് ശരിയാ പ്രിയങ്കേ. ഈ പ്രശ്നം നടക്കുമ്പോൾ ഞാൻ നന്ദനയുടെ മുഖഭാവം ശ്രദ്ധിച്ചിരുന്നു. അവള് വല്ലാതെ ടെൻസ്ഡ് ആയിരുന്നു. എന്നാ ഇനി ഞാൻ പറയുന്നത് ആന്റി ശ്രദ്ധിച്ചു കേൾക്കണം. നന്ദനയുടെ മനസ്സിപ്പോ ആയുധങ്ങൾ പഴുപ്പിക്കുന്ന ആലയിലെ ഉല പോലെയാണ്. ഉലയിൽ ഊതും തോറും ആയുധങ്ങളുടെ മൂർച്ച കൂടും. നന്ദനെ ആന്റി അങ്ങനെയാക്കി മാറ്റിയെടുക്കണം. അവൾ ഒരാൾ മതി. തൃച്ചംബരത്തെ ഒരു കലാപഭൂമിയാക്കി മാറ്റാൻ. അത് ഞാൻ ഏറ്റു പ്രിയങ്കേ. എന്നാൽ ഓക്കെ ആന്റി, ശരി. നിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ വരുത്തിയിരിക്കുന്നത് 9 കോടിയുടെ നഷ്ടമാണ്. ഫയലുകൾ പഠിക്കാതെ നീ എന്തിനതിൽ ഒപ്പിട്ടു? 10-20 രൂപയുടെ ബിസിനസ് അല്ല ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നടത്തുന്നത്. ഉത്തരവാദിത്ത ബോധം. ഒരു കുടുംബമായ നിന്റെ ഈ ഉത്തരവാദിത്തമില്ലായ്മ മാറുമെന്ന് ഞാനും നിന്റെ അമ്മയൊക്കെ കരുതി. ഇല്ല, നീ ഒരിക്കലും മാറില്ലെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞു. मैडम जूस. मैडम मैडम जूस. നന്ദനെ, നിന്റെ ചിന്താക്കുഴപ്പം എന്താണെന്ന് എനിക്കറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സമാധാനത്തിന്റെ സന്ദേശവാഹിയായിട്ടല്ല, അശാന്തിയുടെ വിത്തുകൾ വിതയ്ക്കാൻ. ഹായ് നന്ദന. ഹായ് നന്ദന. എന്താ നന്ദന ഇത്? നമ്മൾ തമ്മിൽ ഇന്ന് വരെ യാതൊരു പ്രശ്നവും ഇല്ല. പിന്നെന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നത്? എനിക്ക് നിന്റെ സൗഹൃദമൊന്നും ആവശ്യമില്ല. എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ്. ഞാൻ നന്ദനെ ഡിസ്റ്റർബ് ചെയ്യാൻ വന്നതൊന്നും അല്ല, ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നതാ.
എനിക്ക് ആരുടെയും ഒരു ഹെൽപ്പും വേണ്ട, എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത് എന്നൊക്കെയാവും നന്ദന പറയാൻ പോകുന്നത്. എന്നാ നന്ദനയുടെ മനസ്സിലെ കൺഫ്യൂഷൻ ഈ മുഖത്തിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ കഴിയും. എനിക്ക് പ്രശ്നങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? മുമ്പിൽ കുടിക്കാതെ വെച്ചിരിക്കുന്ന ഈ ജ്യൂസ്, അസ്വസ്ഥമായ മുഖഭാവം, ഇതൊക്കെ പോരെ ഒരാൾ ടെൻസ്ഡ് ആവണമെന്ന് മനസ്സിലാക്കാൻ? പിന്നെ തൃച്ചംബരത്ത് നടന്ന കാര്യങ്ങൾ, അതും എനിക്കറിയാം. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് വിട് നന്ദന. ഇപ്പൊ നന്ദനയുടെ പ്രശ്നത്തിനൊരു പരിഹാരം, അതാണ് എനിക്ക് മുഖ്യം. എന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ എനിക്കറിയാം, ആരുടെ സഹായം വേണ്ട. എന്തിനാ നന്ദന ഇത്രയും ദേഷ്യം? നമ്മൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അഭിപ്രായ വ്യത്യാസം ഞാനും അഖിലാണ്ടേശ്വരിയും തമ്മിലാ. അതിന് നന്ദൻ എന്തിനെന്നോട് കോപിക്കുന്നു? ഞാൻ തൃച്ചംബരത്തുണ്ടായിരുന്നവളാ, അതുകൊണ്ട് തന്നെ അവിടത്തെ എല്ലാവരെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. അവിടുത്തെ മറ്റുള്ളവരെ പോലെ അല്ല അരവിന്ദ്. അരവിന്ദ് കഴിവില്ലാത്ത ഒരാളാണെന്ന് അവിടെയുള്ളവരൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ പറയില്ല. ആ വീട്ടിൽ 2 നീതിയാണ്. ആനന്ദിനോടൊന്ന്, അരവിന്ദിനോട് മറ്റൊന്ന്. അഖിലാന്റി ആനന്ദിന് കൊടുത്ത സ്നേഹവും വാത്സല്യവും പരിഗണനയും ഒന്നും ഒരിക്കലും അരവിന്ദിന് നൽകിയിട്ടില്ല. ഒരു സംശയവും വേണ്ട, അരവിന്ദും അഖിലാന്റിയും അവളോട് കാണിക്കുന്ന പകുതി പോലും സ്നേഹവും പരിഗണനയും നിന്നോട് കാണിക്കുന്നില്ല. അതിന്റെ ഉദാഹരണമല്ലേ നിനക്ക് അവകാശപ്പെട്ട ആ പരമ്പരാഗത മാല ആ അടുക്കളക്കാരിക്ക് നൽകിയത്? ബിസിനസ്സിൽ അഖിലാന്റി ആനന്ദിന് കൊടുത്ത അവസരങ്ങളൊന്നും അരവിന്ദിന് നൽകിയിട്ടില്ല. അരവിന്ദിന് ബിസിനസ്സിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ടെങ്കിൽ അത് അരവിന്ദിനെ ബിസിനസ്സിൽ ഇറക്കാൻ താമസിച്ചതിന്റെ പേരിൽ വന്നിട്ടുള്ളതാ. അരവിന്ദിന് തൃച്ചംബരത്തുനിന്ന് കിട്ടുന്ന ഈ അവഗണനകളൊന്നും ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല, അത് പണ്ട് മുതലേ ഉണ്ടായിട്ടുള്ളതാ. അരവിന്ദിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിലും നന്ദനയ്ക്ക് സമാധാനം കിട്ടണമെങ്കിലും ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. കമ്പനി ഭാഗം വയ്ക്കണം. അറിഞ്ഞു ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഓ, എന്റെ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എനിക്കിപ്പോഴാ മനസ്സിലാവുന്നത്. തൃച്ചംബരത്തെ തകർക്കാൻ പണമെടുത്താടുന്ന നാഗമടത്തെ സർപ്പമല്ലേ നീ? നിന്റെ വേലകളൊന്നും എന്റെ മുന്നിൽ ചെലവാവില്ല. ഞാൻ ഭാഗം വയ്ക്കണമെന്ന് പറഞ്ഞത് നന്ദന തെറ്റായി ധരിച്ചു. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വയ്ക്കണമെന്നല്ല, കമ്പനികളെ 2 ആക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. അങ്ങനെ കമ്പനികൾ അരവിന്ദിന്റെ പേരിൽ സ്വന്തം ചുമതലയിൽ വരുമ്പോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിൽ ആനന്ദിനൊപ്പം അരവിന്ദും മുന്നേറും. അരവിന്ദിനോട് അഖിലാന്റിക്കുള്ള എല്ലാ സമീപനങ്ങളും അതോടെ മാറും. അവഗണിക്കപ്പെട്ടവൻ അങ്ങനെ പരിഗണിക്കപ്പെടും. ഞാൻ തൃച്ചംബരത്തെ ശത്രുവാണെന്നുള്ളത് സത്യം. പക്ഷേ ഇപ്പൊ പറഞ്ഞത് ന്യായം. സ്വന്തം ഭർത്താവ് വലിയവനായി തീരണമെന്ന് ഏത് പെണ്ണും മോഹിക്കും. അരവിന്ദ് അങ്ങനെ ആകണമെങ്കിൽ നന്ദനയുടെ സപ്പോർട്ട് കൂടി വേണം. ഞാൻ പറഞ്ഞ മാർഗം നല്ലതാണെങ്കിൽ സ്വീകരിക്കും, ഇല്ലെങ്കിൽ വിട്ടുകളഞ്ഞേക്കും.
ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വെക്കണമെന്നല്ല, കമ്പനികളെ രണ്ടാക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്നാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നന്ദിനിയുടെ മനസ്സാകെ കലങ്ങിയിരിക്കുകയാണല്ലോ. മാഡം, കേറുക കല്യാണി. എന്താ കല്യാണി? എന്തു പറ്റി മാഡം? എന്തോ കാര്യമായിട്ടുള്ള ആലോചനയിലാണല്ലോ. ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമെങ്കിൽ കൊണ്ടുവരാം. വേണ്ട കല്യാണി, ഇപ്പൊ എനിക്ക് വേണ്ടത് ചായയും കാപ്പിയും ഒന്നുമല്ല, ഒരു ഉത്തരവാ. മനസ്സിനൊരു സമാധാനമില്ല, ആകെ ഒരു അസ്വസ്ഥത. വ്യക്തമായൊരു തീരുമാനത്തിലേക്കൊന്നും എത്താൻ കഴിയുന്നില്ല. പറയുന്നതിലൊന്നും തോന്നരുത്. എല്ലാവരും മനസ്സിന് വിഷമമുള്ളപ്പോഴാ അമ്പലത്തിൽ പോകുന്നത്. തൊഴുതു പ്രാർത്ഥിക്കുമ്പോ മനസ്സിന്റെ ഭാരം അങ്ങ് മാറും. നാളെ രാവിലെ ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. കൂടെ വന്ന മനസ്സിലുള്ള വിഷമങ്ങള് ദേവിയോട് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഫലം ഉണ്ടാവും. ആലോചിക്കാൻ ഒന്നുമില്ല മാഡം, ഞാൻ പറഞ്ഞത് തന്നെ അതിന്റെ ശരി. ശരി, എങ്കിൽ പോവാം. മനസ്സിലുള്ളത് വിഗ്രഹങ്ങളോടെങ്കിലും പറഞ്ഞ അതൊരു ആശ്വാസമാവുമെങ്കിൽ ആവാം. രാവിലെ പോകാൻ നേരം വിളിച്ചാൽ മതി, ഞാൻ റെഡിയായിരിക്കാം. ശരി മാഡം. മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ദേവിയുടെ മുമ്പിൽ തുറന്നു പറഞ്ഞില്ലേ? കല്യാണി പറഞ്ഞത് ശരിയാ. പരീക്ഷ എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്ന ഒരു പരീക്ഷാർത്ഥിയെ പോലെയാ ഞാൻ. എന്നിട്ടും മുഖം എന്താ തെളിയാത്തത്? തൊഴുതു പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം എന്റെ മനസ്സിലെ പ്രശ്നങ്ങൾ തീരില്ലല്ലോ. എന്റെ മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ ദേവി മാത്രം വിചാരിച്ച പോരാ, അഖിലാന്റി വിചാരിക്കണം. അതെന്താ അങ്ങനെ പറയണേ? എന്നോട് പറയാവുന്നതാണെങ്കിൽ ഇപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് തുറന്നു പറഞ്ഞൂടെ? എന്താ, കല്യാണി എനിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയല്ലേ, എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഞാൻ എന്റെ മനസ്സിന് എന്ത് പ്രശ്നം ഉണ്ടായാലും ഈശ്വര സന്നിധിയിൽ വന്ന് കരഞ്ഞു പ്രാർത്ഥിക്കും. ദൈവം അതിന് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യും. ദൈവം വിചാരിച്ചാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു കാര്യവുമില്ല. പിന്നെന്താ അഖില മാഡം വിചാരിക്കണമെന്ന് പറയണേ? തുറന്നു പറയാവുന്നതാണെങ്കിൽ പറഞ്ഞാ മതി. ഒന്ന് ചേർത്ത് പിടിക്കാൻ നല്ലൊരു സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ മനോവിഷമങ്ങളുടെ പകുതി ഭാരം കുറയും. ഞാൻ മാഡത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതാ. എന്നോട് പറഞ്ഞ ഒരു പക്ഷേ ഈ മണ്ടൻ തലയിൽ എന്തെങ്കിലും ഒരു പരിഹാരമാർഗം ഉണ്ടായാലോ? കല്യാണിയോട് പറയാൻ പറ്റാത്തതായ ഒരു കാര്യവും എനിക്കില്ല. തൃച്ചംബരത്ത് നടന്ന സംഭവങ്ങൾക്കെല്ലാം കല്യാണി കൂടി സാക്ഷിയല്ലേ. എല്ലാവരും കൂടി അരവിന്ദിനെ ഒരുമിച്ച് വഴക്ക് പറഞ്ഞു. അത് കേട്ടുനിന്ന് എന്റെ മനസ്സിന്റെ വിഷമം കല്യാണിക്ക് മനസ്സിലാകൂന്നാ ഞാൻ വിചാരിക്കുന്നത്. അത് അമ്മയും മക്കളും തമ്മിലുള്ള കാര്യങ്ങളല്ലേ? അനിയും കുഞ്ഞ് അതൊന്നും വലിയ കാര്യമായിട്ടെടുക്കില്ല. അരവിന്ദ് എടുക്കില്ലായിരിക്കാം, പക്ഷെ എനിക്കത് വലിയ കാര്യം തന്നെയാ. ഏതൊരു ഭാര്യയ്ക്കും സഹിക്കാൻ പറ്റാത്ത സംഭവങ്ങളാ അവിടെ നടന്നത്. ഞാൻ ജീവന് തുല്യം സ്നേഹിക്കുന്ന എന്റെ ഭർത്താവ് അരവിന്ദ്
എനിക്കത് സഹിക്കാൻ പറ്റില്ല. എന്റെ ഈ മാനസികാവസ്ഥ ഒരുപക്ഷെ കല്യാണിക്ക് മനസ്സിലാവണമെന്നില്ല. കല്യാണി ഒരു ഭാര്യ ആവുമ്പോഴേ അത് മനസ്സിലാവും. ഇത്തരം അപമാനങ്ങളും പ്രശ്നങ്ങളും ഇനിയും ഉണ്ടാവാതിരിക്കണമെങ്കിൽ അരവിന്ദിന് ഉത്തരവാദിത്തം കിട്ടണം. അതിനുള്ള മാർഗത്തെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. ഉത്തരവാദിത്തങ്ങളോ എന്നുവെച്ചാ? അതെ കല്യാണി, താലി കെട്ടിയ പുരുഷൻ എല്ലാവരുടെ മുന്നിൽ അവഹേളിക്കപ്പെട്ടതിന്റെ അപമാനം ഇനിയും എനിക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ അരവിന്ദിന് ഉത്തരവാദിത്തം കിട്ടണം. അരവിന്ദ് അപമാനിക്കപ്പെട്ടത് സഹിക്കവയ്യാതെ ഞാനൊന്ന് പുറത്തേക്കിറങ്ങി. റെസ്റ്റോറന്റിൽ വന്നിരുന്നപ്പോ ഞാൻ അവിടെ വെച്ച് അവളെ കണ്ടു. ആ പ്രിയങ്ക. പ്രിയങ്കയോ? എന്നിട്ട് പറയാം. അരവിന്ദിന്റെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിലും നന്ദനയ്ക്ക് സമാധാനം കിട്ടണമെങ്കിലും ഇനി ഒരേ ഒരു വഴിയേ ഉള്ളൂ. കമ്പനി ഭാഗം വയ്ക്കണം. ഞാൻ പറഞ്ഞത് തൃച്ചംബരം വീതം വെക്കണമെന്നല്ല, കമ്പനികളെ രണ്ടാക്കി ഒരു ഭാഗം അരവിന്ദിനെ ഏൽപ്പിക്കണമെന്ന. അങ്ങനെ കമ്പനികൾ അരവിന്ദിന്റെ പേരിൽ സ്വന്തം ചുമതലയിൽ വരുമ്പോ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവും. ബിസിനസ്സിൽ ആനന്ദിനൊപ്പം അരവിന്ദും മുന്നേറും. പറഞ്ഞത് നമ്മുടെ ശത്രുവാണെങ്കിലും അവള് പറഞ്ഞതിൽ കാര്യമില്ലേന്ന് എനിക്ക് തോന്നി. അതിനെപ്പറ്റിയാ ഞാൻ ചിന്തിച്ചോണ്ടിരുന്നത്. പ്രിയങ്ക തൃച്ചംബരത്തിന്റെ ശത്രുവാണ്, പക്ഷേ അവള് വ്യക്തിപരമായി എന്റെ ശത്രുവല്ല. കമ്പനി രണ്ടായി ഭാഗം വെച്ച് ഒരു ഭാഗം അരവിന്ദിന് കൊടുത്ത ഉറപ്പായിട്ടും അരവിന്ദിന് ഉത്തരവാദിത്തങ്ങൾ കൂടും. അരവിന്ദും ആനന്ദിനെ പോലെ തന്നെ വലിയൊരു ബിസിനസ്മാനായി മാറും. പക്ഷേ കമ്പനികൾ ഷെയർ ചെയ്യണമെന്ന് അഖിലാന്റിയോട് പറയാൻ എനിക്ക് ധൈര്യം വരുന്നില്ല. ഈ കാര്യമാണെങ്കിൽ അതിന് ഇത്രയും വിഷമിക്കണ്ട. അതിന് എളുപ്പത്തിൽ പരിഹാരം ഉണ്ടാവും, ഉണ്ടാക്കാൻ പറ്റും. കല്യാണി എന്താ പറയാൻ പോകുന്നത്? കമ്പനികൾ ഭാഗം വയ്ക്കണ്ട എന്നാണോ? ഏയ് പറയാം. പ്രിയങ്ക നമ്മുടെ ശത്രുവാണ്. എങ്കിലും അവൾ പറഞ്ഞ കാര്യത്തില് ന്യായമുണ്ടോന്ന് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഈ കാര്യത്തിൽ പ്രിയങ്ക പറഞ്ഞത് ന്യായമായൊരു മാർഗം തന്നെയാണ്. പ്രിയങ്ക പറഞ്ഞതുപോലെ കമ്പനി ഭാഗം വെക്കാൻ ആവശ്യപ്പെടണം. അത് നല്ല തീരുമാനമാ. പക്ഷേ ഭാഗം വെക്കണമെന്ന ഈ ആവശ്യം പറയേണ്ടത് അഖില മേഡത്തിനോടല്ല, വല്യുകുഞ്ഞിനോടാണ്. വല്യുകുഞ്ഞിനോട് ഈ പ്രശ്നം പറഞ്ഞ കുടുംബത്തിൽ ഒരു കുഴപ്പവും വരാതെ സമാധാനപൂർവ്വം ഈ കാര്യം പരിഹരിക്കപ്പെടും. കല്യാണി പറഞ്ഞതാ ശരി. കൊഴിഞ്ഞു മറിഞ്ഞ മനസ്സുമായ ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. ഇപ്പൊ എല്ലാം മാറി. ഇപ്പൊ ശരിയായ മാർഗം നീ പറഞ്ഞു തന്നത്. ഒരുപാട് നന്ദിയുണ്ട്. അയ്യേ, ഈ ചെറിയ കാര്യത്തിനൊക്കെ നന്ദിയോ? അതെ, പിന്നെ വല്യുകുഞ്ഞിനോട് പോയി എടുത്തടിച്ച പോലൊന്നും ആവശ്യപ്പെടരുത്. അത് ചിലപ്പോ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായത് സംഭവിക്കാൻ കാരണമാവും. അപ്പോ ശരി, നമുക്ക് പോവാം. വാ.
ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ് മാഡം. എക്സ്ക്യൂസ് മീ ആനന്ദ്, ആ. മേ ഐ കം ഇൻ? ആ നന്ദന വരൂ. ഇരിക്കെ. എന്താ നന്ദന ഇത്? ഇവിടെ കയറി വരാൻ പെർമിഷൻ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അല്ല, കുടിക്കാൻ എന്താ വേണ്ടത്? ഒന്നും വേണ്ട ആനന്ദ്, എനിക്ക് ആനന്ദിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് അരവിന്ദിനെ സംബന്ധിക്കുന്ന കാര്യങ്ങള്.